ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയുടെ കുഞ്ഞിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവന്തികയാണ്. അതേസമയം അർച്ചന പറയുകയാണ്, അങ്ങനെയൊന്നും ഒരാളുടെ പ്രഗ്നൻസി പോകില്ലല്ലോ. എന്താണെങ്കിലും ഇവള് കുടിച്ച ജ്യൂസ് നമുക്കൊന്ന് ടെസ്റ്റിന് അയക്കാം, അപ്പോൾ തെളിയുമല്ലോ എന്താണെന്ന് വെച്ചാൽ. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇനി എന്തിനാ ടെസ്റ്റിനൊക്കെ അയക്കുന്നത്? ഈ കുഞ്ഞു കാരണം എന്താണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ സർവനാശം തന്നെ സംഭവിച്ചിരിക്കുമെന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേൾക്കുന്ന സേതു അവന്തിക എന്ന് വിളിച്ച് ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വരികയാണ്. എത്ര പ്രാർത്ഥനകളും നേർച്ചകളും നേർന്നിട്ടാണെന്നറിയാമോ ഇപ്പോ അർച്ചനയ്ക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നത്? ഒരാളുടെ ദുഃഖം താങ്ങാനാകുന്നില്ല, അപ്പോഴാ നീ അടുത്തയാൾക്ക് ഓരോന്ന് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇനി എന്താണെങ്കിലും അതിനെക്കുറിച്ച് ഒരു സംസാരവും വേണ്ട. എന്താണെങ്കിലും അർച്ചന കാരണമല്ല ഇങ്ങനെയൊന്നും സംഭവിച്ചത്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് അച്ഛൻ്റെ ജോത്സ്യനെ തന്നെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ സച്ചി പറയുകയാണ്, ഹോസ്പിറ്റലായിപ്പോയി, അല്ലെങ്കിലേ ഞാൻ വേറെ വല്ലതും വിളിച്ച് പറഞ്ഞേനെ. സച്ചി, നീ ഇവളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ നോക്ക്, ഇവിടെ ഞാനും ധനുഷും മാത്രം മതിയെന്നും സേതുമാധവൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ടെൻഷനോടെ നിൽക്കുന്ന ആതിരയുടെ അടുത്തേക്ക് സന്ദീപ് ചെല്ലുകയാണ്. എന്താടോ തനിക്ക് എന്തു പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ആതിര പറയുകയാണ്, അവന്തികേട്ടത്തി ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതൊക്കെ സന്ദീപ് അറിഞ്ഞില്ലേ? എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം അച്ചുചേച്ചിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാന്നാ അവന്തികേട്ടത്തി പറഞ്ഞത്. എനിക്കും ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതിലെന്തൊക്കെയോ സത്യങ്ങളുള്ളതുപോലെ തോന്നുന്നത്. ഇത് കേൾക്കുന്ന സന്ദീപ് ആതിരയോട് ദേഷ്യപ്പെടുകയാണ്. ഒരു കള്ളം 3-4 വട്ടം പറയുമ്പോഴേ എല്ലാവർക്കും അത് സത്യമായി തന്നെ തോന്നുകയുള്ളൂ. അതുതന്നെയാ ഇപ്പോൾ നിനക്കും പറ്റിയിരിക്കുന്നത്. സ്നേഹയ്ക്ക് ഇനിയും കുട്ടികളുണ്ടാകും. താൻ സ്നേഹയോടൊപ്പം എല്ലാത്തിനും സമാധാനമായി ഒന്ന് നിന്നാൽ മാത്രം മതി. നമുക്കിപ്പോൾ അർച്ചനയെടുത്തിയെ സപ്പോർട്ട് ചെയ്യണം, സ്നേഹയുടെ കൂടെ നിൽക്കുകയും വേണം. അത്ര തന്നെ. താൻ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സ്നേഹ കരഞ്ഞുകൊണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ധനുഷിനോട് പറയുകയാണ്. ധനുഷ്, ഇനി അവന്തികേട്ടത്തി പറഞ്ഞത് സത്യമായിരിക്കുമോ? അർച്ചനേട്ടത്തിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ദോഷം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്? ഒരിക്കലുമല്ലടോ, താൻ അങ്ങനെയൊന്നും ആലോചിക്കുകയും ചെയ്യരുത്. ഈ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല, അത്രയും മാത്രം കരുതിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് സ്നേഹയെ സമാധാനിപ്പിക്കുകയാണ്. അവന്തിക പറഞ്ഞതൊന്നും മോള് കാര്യമായിട്ടെടുക്കണ്ട, നിങ്ങൾക്കിനിയും ജീവിതം ബാക്കി തന്നെയാ. മോൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കുഞ്ഞിനെ തന്നെ മോൾക്ക് ഈശ്വരൻ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹയെ സമാധാനിപ്പിക്കുകയാണ് സേതുമാധവൻ. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്തോഷത്തോടെ മുറിയിലൂടെ നടക്കുന്ന അവന്തികയെ കണ്ടുകൊണ്ട് അർച്ചന ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അതെ, നിന്നെപ്പോലെ നന്മ വരം കളിച്ചൊന്നും ജീവിക്കാൻ എന്നെ കിട്ടില്ല. എന്നെ പിന്നിൽ നിന്ന് കുത്തുന്നവനും കൂടെ നിന്ന് ചതിക്കുന്നവനും ഒക്കെയുള്ള പണി ഞാൻ അന്നന്ന് തന്നെ കൊടുത്തിരിക്കും. സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് അർച്ചന പറയുമ്പോൾ, എന്നാൽ നീ പോയി തെളിയിക്കാൻ അവന്തികയും പറയുന്നു. ഞാൻ എന്നെ ഇവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ആരും എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനേ പോകുന്നില്ല. അതിനുള്ള ഉറപ്പൊക്കെ എൻ്റെ കയ്യിൽ നേരത്തെ തന്നെയുണ്ടെന്ന് അവന്തിക പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, അവരുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയത് നിങ്ങളാണെന്ന് ധനുഷ് അറിഞ്ഞാലേ പിന്നെ അതോടെ തീർന്നു നിങ്ങളുടെ ജീവിതം. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന പറയുകയാണ്, നിങ്ങളുടെ ഈ ഒരു ഭാവം മാത്രം മതി എനിക്ക് ഇതൊക്കെ തെളിയിക്കാൻ. പിന്നീട് കാണിക്കുന്നത് റോഡരികിൽ നിന്നും നന്ദനെയും സന്ധ്യയും കണ്ടെന്നും ഒരു ജ്വല്ലറി കയറിയിട്ട് അവർ നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കണ്ടെന്നും ഒക്കെ തന്നെ അവന്തികയെ വിളിച്ചു പറയുന്ന മൂർത്തിയാണ്. എന്നാലേ അടുത്ത വിക്കറ്റിനുള്ള സമയമായി, രണ്ടിനെയും കൈയോടെ തീർത്തേക്കാൻ അവന്തിക പറയുമ്പോൾ മൂർത്തി സന്തോഷത്തോടെ കോള് കട്ട് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നന്ദനും സന്ധ്യയും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. എന്താ നന്ദന്റെ ഉദ്ദേശം? എനിക്കാകെ പേടി തോന്നുന്നുണ്ടെന്ന് സന്ധ്യ പറയുന്നു. തുടർന്ന് തൻ്റെ കയ്യിലുള്ള താലിമാല സന്ധ്യയെ കാണിക്കുകയാണ്. നന്ദൻ ഇത് കാണുന്ന സന്ധ്യ ഞെട്ടലോടെ വണ്ടി നിർത്താനായി പറയുന്നു. ഇല്ലെങ്കിൽ ഞാൻ ചാടുമെന്നൊക്കെ സന്ധ്യ പറയുമ്പോൾ നന്ദൻ വണ്ടി സൈഡാക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്താൽ എനിക്കൊരിക്കലും അച്ഛനെ ഫേസ് ചെയ്യാൻ പോലും പറ്റില്ല. എന്താണെങ്കിലും നിങ്ങളുടെ ഡിവോഴ്സ് കഴിയാതെ ഒരിക്കലും ഞാൻ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടാൻ സമ്മതിക്കില്ലെന്നും സന്ധ്യ പറയുമ്പോൾ ആകെ മനോവിഷമത്തിൽ നിൽക്കുന്ന നന്ദനെയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.